What's on the other side of inhibition? No apologies, my baby. I do you do 'cause I'm feeling so good. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടു കാണും, കാരണം നിങ്ങൾ തംബ്നെയിൽ കണ്ടല്ലോ. സോ പറഞ്ഞു താമസിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോയാലോ. സോ ഫ്രണ്ട്സ്, നമുക്കിൻ്റെ വർക്കിലേക്ക് കിടക്കാം. അപ്പം ഞാൻ ആദ്യമേ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വീഡിയോ കാണുന്ന പോലെ ഒന്ന് റോളാക്കി എടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് തുടങ്ങി റോൾ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ ചുറ്റി നല്ല അടിപൊളിയായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റുമ്പം മാക്സിമം നമുക്ക്, അതായത് നല്ല കട്ടിയോടെ, അതായത് പെട്ടെന്ന് വളയാത്ത പോലെ ഇച്ചിരി കട്ടിയോടെ തന്നെ കിട്ടണം. അപ്പം ഒരുപാട് നീളമാക്കാതെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ച് സാധാരണ നല്ല കട്ടി തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം വരുന്ന അറ്റം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പം ഫെവിക്കോളോ എന്തെങ്കിലും ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ട്യൂബ് പോലെ നീളത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ ഞാനൊരു 8 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, 8 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വെക്കാൻ വേണ്ടിയൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി, അപ്പോൾ ഒരു പേപ്പർ 3x3 സെൻറ്റിമീറ്റർ സൈസിൽ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ 3x3 സൈസിൽ നമ്മൾ സ്ക്വയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഷീറ്റിനെ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പൂകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമേ സെൻറ്ററിൽ നിന്ന് മടക്കുക, പിന്നെ ആ മടക്കി കഴിഞ്ഞിട്ട് രണ്ടാമതേ അതിനെ ഒന്നും കൂടെ മടക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഇതിപ്പോൾ രണ്ടാമത്തെ മടക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ 2 പ്രാവശ്യം മടക്കിയിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടെ മടക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ കണ്ടോ, ഇതേപോലെ ടോട്ടൽ, അതായത് മൊത്തത്തിൽ നമ്മൾ 3 പ്രാവശ്യം മടക്കിയെടുത്തിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെൻസിലെടുത്ത് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് കട്ട് ചെയ്യേണ്ട എങ്ങനെയാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിക്കാം. അതായത് പൂവിൻ്റെ ഒരു ഇതളിൻ്റെ മേളുവശം വരുന്ന പോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ. അപ്പോൾ നമുക്കൊന്ന് അത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മാർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആക്കിയപ്പം ഒരു അടിപൊളി ചെറിയ പൂ നമുക്ക് ആയി കിട്ടും. കണ്ടോ, അപ്പോൾ ഇതേപോലത്തെ നമുക്കൊരു 16 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതായത് 4x4 16, അതായത് 16 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 8 എണ്ണത്തിൽ 4 എണ്ണം കണ്ടോ ഇതേപോലെ വെക്കുക. അതായത് ഒരെണ്ണത്തിനൊരെണ്ണം പാരലായി വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി 4 എണ്ണം അതിൻ്റെ മേളിൽ കൂടെ ഇതേപോലെ വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റായിട്ട് സ്ക്വയർ പോലെ കിട്ടുന്നുണ്ടോ നോക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവസാനത്തെ ഒട്ടിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി ഒട്ടിച്ചെടുത്തതിനെ ഒന്ന് പെയിൻ്റ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാം, അത് സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് അടിച്ചതേ ഉള്ളൂ.
ഓക്കെ. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പൂവ് നമ്മളത് കളറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 16 ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത്, അതായത് അതിൻ്റെ ആ ഫ്രെയിം നമുക്ക് അതിലേക്ക് ഈ പൂക്കളിനെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഓരോ ജോയിൻ്റ് വരുന്നിടത്ത് നമുക്ക് ഇച്ചിരി ഗമ്മിട്ട് വെച്ച് ഒട്ടിച്ചങ്ങ് കൊടുക്കാം. പൂക്കളൊക്കെ ഒട്ടിച്ച് വെക്കാം. അപ്പം അടിപൊളിയായിട്ട് വരും. എല്ലാ എഡ്ജസ് കൂടെ നമ്മൾ ഗമ്മിട്ട് വെക്കാണ്, അതിൻ്റെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. കണ്ടോ, ഇനി ആ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി പൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പക്ഷേ എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിലേക്ക് വെച്ചാലും അടിപൊളിയായിരിക്കും കാണാൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. നല്ല സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും ഇത് ഞാൻ ഭിത്തിയിൽ വെച്ചേക്കുന്നതാണ്. കാണാൻ അടിപൊളിയാണ്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടണില്ലേ, അതും നീലയാക്കി വെക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടണും നീലയാക്കാം, പ്രശ്നമൊന്നുമില്ല. സോ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ ബൈ.